ഹായ് ഓൾ. ബസ് ലെവൽ 2 എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതൊരു ഗുജറാത്തി സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. 2023 വശ് എന്നൊരു ചിത്രം ഇറങ്ങിയിരുന്നു. ആ ചിത്രം ഹിന്ദിയിൽ റീമേക്ക് ചെയ്ത് ഷെയ്ത്താൻ എന്ന പേരിലും എത്തിയിരുന്നു. വശ് അധികം ആർക്കും അറിയില്ലെങ്കിലും ഷെയ്ത്താൻ എല്ലാവർക്കും സുപരിചിതമാണ്. അതിൽ അജയ് ദേവ്ഗണാണ് നായകനായി എത്തിയത്. ജ്യോതിക നായികയായും മാധവൻ വില്ലനായും എത്തിയിരുന്നു. വശിന്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വശിന്റെ ഫസ്റ്റ് കണ്ടിട്ട് മാത്രമേ സെക്കൻഡ് കാണാൻ പാടുള്ളൂ, എങ്കിലേ നമുക്ക് ആ കഥ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. വശിന്റെ ക്ലൈമാക്സിൽ, ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നുണ്ട്, നായകന്റെ മകളുടെ കേൾവിശക്തി നഷ്ടപ്പെടുന്നു, അവൾക്ക് മാനസിക നില തെറ്റിയ രീതിയിലൊക്കെ ആകുന്നു. അതുപോലെ വില്ലന്റെ നാവ് അറുത്ത് കളഞ്ഞിട്ട് വില്ലനെ കൊണ്ടുവന്ന് വീടിന്റെ ബേസ്മെന്റിൽ തടവിലാക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ സംഭവങ്ങൾക്കെല്ലാം ശേഷം 12 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള സംഭവങ്ങളാണ് ഈ ലെവൽ 2 നമ്മൾ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അടച്ചിട്ട വില്ലൻ ഇപ്പോൾ വികൃതമായി ആളറിയാൻ പറ്റാത്ത രീതിയിൽ അവിടെ തന്നെ ഉണ്ട്. നായകന്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു ശാപം കാരണമാണ്. ആ ശാപം മാറ്റാനുള്ള ശക്തി ഈ വില്ലന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഒരു ഗേൾസ് സ്കൂൾ കാണിക്കുന്നുണ്ട്. സ്കൂൾ അതുപോലെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. സ്കൂളിന്റെ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നു. കുട്ടികൾ മറ്റൊന്നും ചിന്തിക്കാതെ അത് അനുസരിക്കാൻ തയ്യാറാവുന്നുമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതുപോലൊരു സീൻ കാണുന്നുണ്ട്. കുട്ടികളൊക്കെ ഇതുപോലെ വില്ലൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ഒരു സീൻ. ഈ സെക്കൻഡ് പാർട്ടിൽ അതുപോലെ തന്നെയാണ്. ആദ്യം അയാൾ പറയുന്നു, നിങ്ങൾ 10 പേര് ആദ്യം ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നു. അപ്പൊ ആ 10 കുട്ടികളോട് അയാൾ പറയുകയാണ്, നിങ്ങൾ പെട്ടെന്ന് ഈ സ്കൂളിന്റെ മുകളിൽ പോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്യാൻ പറയുകയാണ്. ആ കുട്ടികൾ മറ്റൊന്നും ചിന്തിക്കാതെ അപ്പോൾ തന്നെ ഓടി സ്കൂളിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ആളുകളൊക്കെ കൂടി, പാരന്റ്സ്, മീഡിയ, ലൈവ് ന്യൂസ് ഒക്കെ പോകുന്നുണ്ട്. എല്ലാരും കൂടി കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുട്ടികൾ അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. എല്ലാവരും അത്ഭുതത്തോടെ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പരസ്പരം ചർച്ച ചെയ്യുന്ന സമയത്ത് കഥാനായകൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്രതീക്ഷിതമായി പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു, കഥാനായകൻ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കഥാനായകൻ നേടിക്കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് സിനിമ പറയുന്നത്. പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇത് എഴുതിയതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും കൃഷ്ണദേവ് യാഗ്നിക്കാണ്. വശിന്റെ ഫസ്റ്റ് പാർട്ടും ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. 2023 വശ് ചിത്രത്തിന് നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ജാൻകി ബോഡിവാല എന്നാണ് നായകന്റെ മകളായി അഭിനയിച്ച പെൺകുട്ടിയുടെ പേര്. അവൾക്കും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. ഫസ്റ്റ് പാർട്ടിലെ പോലെ സെക്കൻഡ് പാർട്ടിലും അവളുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഹിത്തു കന്നോഡിയ, മോണൽ ഗജ്ജർ, ഹിട്ടൻ കുമാർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. വില്ലനും നായകനും എല്ലാം ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആയിരുന്നു. അഡൽട്ട് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും സ്കൂളിന്റെ മുകളിൽ നിന്ന് ആ കുട്ടികൾ ചാടി സൂയിസൈഡ് ചെയ്യുന്ന സീനൊക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. നല്ലൊരു ഫാമിലി എന്റർടൈനർ എന്ന് തന്നെ പറയാം. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളെ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.